Hi friends, welcome once again back to Lands on Hub. So today we are going to check out some history of the Apple headphones and we are going to review this Apple earpods after say 8 or 9 years after launch. So without wasting any time, let's dive into the video. ഹിസ്റ്ററിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 2001 ആപ്പിൾ അവരുടെ തന്നെ ഹെഡ്ഫോൺസ് ഇയർ ഹെഡ്ഫോൺസ് അവർ പ്രോഡക്ട്സിൻ്റെ കൂടെ ഇൻബോക്സ് നൽകി തുടങ്ങിയത്. ആൻഡ് ദാറ്റ് വാസ് ബാക്ക് ഇൻ 2001. നമ്മുടെ ഐപോഡ് എന്ന് പറഞ്ഞൊരു ഡിവൈസ് സ്റ്റീവ് ജോബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴായിരുന്നു. വാട്ട് വാസ് ഐപോഡ്? വെൽ, ഇറ്റ് വാസ് എ മ്യൂസിക് പ്ലെയർ. നമ്മുടെ പണ്ടത്തെ വാക്ക്മാൻ അല്ലെങ്കിൽ സോണിയുടെ മ്യൂസിക് പ്ലെയറുകളുടെയൊക്കെ പോലെ തന്നെ ആപ്പിളിൻ്റെ പാട്ട് കേൾക്കുന്ന ഒരു മ്യൂസിക് പ്ലെയർ ആയിരുന്നു, അല്ലെങ്കിൽ MP3 പ്ലെയർ ആയിരുന്നു. കുഞ്ഞു സാധനം. ഈ iPhone 5s ഏകദേശം ഇത്രയ്ക്കുള്ളൂ. വളരെ ചെറിയൊരു സാധനമായിരുന്നു ഐപോഡ്. ഐപോഡ്സിൻ്റെ കൂടെയായിരുന്നു ആപ്പിൾ ആദ്യമായിട്ട് ഇയർ ഹെഡ്ഫോൺസ് അല്ലെങ്കിൽ ഇയർഫോൺസ് കൊടുത്തു തുടങ്ങിയത്. ആൻഡ് അത് വിത്തൗട്ട് മൈക്രോഫോൺ ആയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓഡിയോ ക്വാളിറ്റി തരുന്നൊരു ഡിവൈസ് ആയിരുന്നു ആപ്പിൾ ഫസ്റ്റ് ജനറേഷൻ ഹെഡ്ഫോൺസ് അല്ലെങ്കിൽ ഇയർബഡ്സ് വാട്ട് എവർ. അതിനുശേഷം iPhone 3Gയോട് കൂടി ഇയർഫോൺസ് കുറച്ചും കൂടി റെവല്യൂഷണറൈസ് ചെയ്തിട്ട് കുറച്ചും കൂടി നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തരുന്നൊരു ഇയർഫോൺസ് ആക്കി മാറ്റി, അല്ലെങ്കിൽ ഇയർബഡ്സ്. 2Gയിലും 3Gയിലും 3GS വരെയായിരുന്നു ആ ഒരു സിസ്റ്റം. 3GS ഇല്ല, സോറി 3G. അതിനുശേഷം iPhone 3GS, iPhone 4 ആൻഡ് iPhone 4S ഈ 3 ഡിവൈസുകൾക്കൊപ്പം ആപ്പിൾ റിലീസ് ചെയ്തു സാധാരണ ആപ്പിളിൻ്റെ ഇയർബഡ്സ് വിത്ത് മൈക്രോഫോൺ. അതായത് ഈ കാണുന്ന മൈക്രോഫോൺ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇയർഫോൺസ് ഇൻബോക്സ് ആപ്പിൾ കൊടുത്തു. ദാറ്റ് വാസ് എ റെവല്യൂഷണറി തിങ് അന്നും. കാരണം അതുവരെ ഇയർഫോൺസിൽ നിന്നും മൈക്രോഫോൺസ് ഉണ്ടായിരുന്നില്ല. സോ മൈക്രോഫോൺസ് കൊടുത്തു ആപ്പിൾ. അതിനുശേഷം 2012 സെപ്റ്റംബർ 12 ലോഞ്ച് ഇവൻറ്റിലായിരുന്നു ആപ്പിൾ ഒരു റെവല്യൂഷണറി ഇയർഫോൺസ് ലോഞ്ച് ചെയ്തത്. ആൻഡ് ദാറ്റ് വാസ് നെയിംഡ് ആസ് ആപ്പിൾ ഇയർപോഡ്സ് ആൻഡ് ദിസ് ഇസ് ഇറ്റ്. നിങ്ങൾക്കറിയാമായിരിക്കും, ഇപ്പോൾ ഇറങ്ങുന്ന ഐഫോൺസിൻ്റെ ഒക്കെ കൂടെ iPhone 12 ഇല്ല, 2020 വരെ ഇറങ്ങിയിരുന്ന ഐഫോൺസിൻ്റെ ഒക്കെ കൂടെ കിട്ടിയിരുന്ന സെയിം പെയർ ഓഫ് ഹെഡ്ഫോൺസ് ആയിരുന്നു ആപ്പിൾ ഇയർപോഡ്സ്. ആൻഡ് ദാറ്റ് വാസ് ഫിനോമിനൽ ഇൻ ടേംസ് ഓഫ് സൗണ്ട് ക്വാളിറ്റി. സോ ഐ ഹാവ് ഇറ്റ് റൈറ്റ് നൗ. ആൻഡ് നമുക്കിതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിലേക്ക് വരാം. ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഹിസ്റ്ററിയിലേക്കൊക്കെ പോകണം, അതാണ് അതിൻ്റെ ഒരു മര്യാദ. സോ അത് പറഞ്ഞു എന്നുള്ളൂ. So this was sounding very good in terms of audio quality അന്നത്തെ കാലത്ത്. And this was first shipped with iPhone 5. ഇത് ആക്ച്വലി iPhone 5s ആണ്. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ഫോൺ, ഇതിൻ്റെ പ്രെഡിസസർ, ദാറ്റ് വാസ് iPhone 5. അതിൻ്റെ കൂടെയായിരുന്നു ഈ ഒരു ഹെഡ്ഫോൺസ് അല്ലെങ്കിൽ ആപ്പിൾ ഇയർപോഡ്സ് ഷിപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. അതിനോട് ശേഷം iPhone 5ൻ്റെ കൂടെ ഷിപ്പ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം പിന്നെ അത് ഐപോഡ്സിലേക്കും ബാക്കി എന്താ പറയുക സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാനുള്ള ഓപ്ഷൻസിലേക്കൊക്കെ വന്നു. ആൻഡ് ഇതിൻ്റെ ഇന്ത്യൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 2000 റുപ്പീസാണ്. 1600 ആയിരുന്നു ഇതിൻ്റെ അന്നത്തെ പ്രൈസ്. ഇപ്പോൾ 1900 സെയിം റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നും ഇപ്പോഴും ഇതിലേക്ക് വന്നിട്ടില്ല. ആൻഡ് ദിസ് വാസ് ഫിനോമിനൽ ഇൻ ടേംസ് ഓഫ് സൗണ്ട് ക്വാളിറ്റി. ആൻഡ് ലേറ്റർ ഓൺ iPhone 7 ലോഞ്ച് ചെയ്തപ്പോൾ ആപ്പിൾ ഇതിൻ്റെ ഹെഡ്ഫോൺ ജാക്ക് റിമൂവ് ചെയ്തു. So actually right now you can see this is my Apple earpods which I got from the iPhone 5s അല്ലെങ്കിൽ with the iPhone 5s. So ഇത് ആക്ച്വലി 3.5mm ഓഡിയോ ജാക്കിലേക്ക് കണക്ട് ചെയ്യേണ്ട ഒരു ഇയർപോഡ്സ് ആണ്. ഭയങ്കര നീളമാണ്, നല്ലോണം കംഫർട്ടബിളാണ്. അതിനെക്കുറിച്ച് നമുക്ക് വരാം, കംഫർട്ടബിലിറ്റിയിലേക്ക് നമുക്ക് വരാം. സോ iPhone 7 ലോഞ്ച് ചെയ്തപ്പോൾ ഹെഡ്ഫോൺ ജാക്ക് റിമൂവ് ചെയ്തിട്ട് അവർ ഇരുന്നു. സോ അതുവരെ ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്തൊരു ഫോണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാലത്ത് മാക്കിൻടോഷിൽ സ്റ്റീവ് ജോബ്സ് ഫ്ലോപ്പി ഡിസ്ക് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാഞ്ഞൊരു സംഭവമായിരുന്നു. കാരണം അതുവരെ മിക്ക സാധനങ്ങളും ഫ്ലോപ്പി ആയിരുന്നു യൂസ് ചെയ്യുന്നത്. സോ ഫ്ലോപ്പി ഡിസ്ക് റിമൂവ് ചെയ്തു. സിമിലർലി അവർ ഹെഡ്ഫോൺ ജാക്ക് റിമൂവ് ചെയ്തു. ദ ക്ലാസിക് ഹെഡ്ഫോൺ ജാക്ക് ദാറ്റ് വാസ് വാനിഷ്ഡ്. ദർ വാസ് ഓൺലി ലൈറ്റിംഗ് പോർട്ട് ആൻഡ് സ്പീക്കർ ആൻഡ് മൈക്രോഫോൺ ഓൺ ദി ഫോൺ, ബട്ട് നോ ഹെഡ്ഫോൺ ജാക്ക്. ആൻഡ് ദേ കോൾഡ് ഇറ്റ് കറേജ്. യെസ്, കറേജ് കാരണമാണ് അവരിത് റിമൂവ് ചെയ്തതെന്നാണ് അതിൻ്റെ ലോഞ്ച് ഇവൻറ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത് ക്ലിയറായിട്ട്. ദാറ്റ് വാസ് കൈൻഡ് ഓഫ് ട്രൂ. അതിനുശേഷം ആപ്പിൾ ആക്ച്വലി ഇയർപോഡ്സ് ഇൻബോക്സ് തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു, ബട്ട് വിത്ത് എ ലൈറ്റ്നിങ് കണക്റ്റർ. ആൻഡ് അതിൻ്റെ താഴെ ലൈറ്റ്നിങ് ടു 3.5mm ഓഡിയോ ജാക്കിൻ്റെ ഒരു അഡാപ്റ്ററും iPhone 7 കൂടെ നൽകിയിട്ടുണ്ടായിരുന്നു.
iPhone 8ഉം iPhone 10 ഒക്കെ ഇറക്കിയപ്പോൾ ആ ഒരു സിസ്റ്റം അവർ നിർത്തിയിട്ട് ലൈറ്റ്നിങ് ഇയർപോഡ്സ് മാത്രമായി ബോക്സിൽ. സൗണ്ട് ക്വാളിറ്റിയിൽ യാതൊരു വ്യത്യാസമില്ല. സ്ലൈറ്റ് ഡിഫറൻസ് ചെറുതായിട്ടുണ്ടായിരുന്നു, അതായത് ചെറിയ കുറച്ചും കൂടി ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നത് പോലെ ഉണ്ടായിരുന്നു ലൈറ്റ്നിങ് ഇയർപോഡ്സിൽ. പക്ഷേ ടെക്നിക്കലി ഒരു ഓഡിയോ ഫയൽ ആയതുകൊണ്ട് പറയുകയാണ്, ടെക്നിക്കലി ക്ലാരിറ്റി അല്ലെങ്കിൽ കുറേ ഡാറ്റ ബിറ്റ് റേറ്റ് കൂടുതൽ സ്ട്രീം ചെയ്യാൻ പറ്റുന്നത് 3.5mm ഓഡിയോ ജാക്കിനാണ് ദാൻ ലൈറ്റ്നിങ് കേബിൾ. ഈവൻ ഇഫ് ഇറ്റ് ഇസ് വയേർഡ്, ഇതിൻ്റെ അനലോഗ് കൺവേർട്ടർ ഇല്ലാതെ ലൈറ്റ്നിങ് കേബിളിൽ കൂടെ കണക്ട് ചെയ്താൽ അതിനേക്കാളും കൂടുതൽ ഡാറ്റ, മ്യൂസിക് ഡാറ്റ സ്ട്രീം ചെയ്യാൻ പറ്റുന്നത് ആപ്പിൾ ഇയർപോഡ്സ് വിത്ത് 3.5mm ഓഡിയോ ജാക്കിനാണ്. സോ വലിയ വ്യത്യാസമൊന്നുമില്ല. അതിനുശേഷം iPhone 7 ലോഞ്ച് ഇവൻറ്റിൽ തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇതേപോലെ ഇരിക്കുന്ന സാധനം. യെസ്, ദി ക്ലാസിക് റെവല്യൂഷണറി എയർപോഡ്സ്, AIRPODS, എയർപോഡ്സ്. ദിസ് ഇസ് ഇയർപോഡ്സ് ആൻഡ് ദാറ്റ് ഇസ് എയർപോഡ്സ്. കുറേ പേർക്ക് തെറ്റാറുണ്ട്, ദാറ്റ് ഇസ് എയർപോഡ്സ്. എയർപോഡ്സ് വിഷ്വലി ദേ ആർ എക്സാക്ട്ലി ദ സെയിം ലൈക്ക് ദിസ്. പക്ഷേ ഈ ഒരു സ്റ്റെമ്മിന് കുറച്ചും കൂടി കട്ടി ഉണ്ടാവും ആൻഡ് സൗണ്ട് ക്വാളിറ്റിയിൽ ബേസ് കുറച്ചും കൂടി ഹെവി ആയിരിക്കും എയർപോഡ്സിൽ. ഇയർപോഡ്സിൽ സൗണ്ട് ക്വാളിറ്റിയിലേക്ക് വരാം, അടിപൊളിയാണ്, ഞാൻ സൂപ്പർ സാറ്റിസ്ഫൈഡ് ആണ്, വരാം. സോ എയർപോഡ്സ് ഇറങ്ങി. അതിനുശേഷം എയർപോഡ്സ് 2nd ജനറേഷൻ ഇറങ്ങി വിത്ത് വയർലെസ് ചാർജർ. അത് വലിയ ഡിഫറൻസ് ഒന്നുമില്ല, സൗണ്ട് ക്വാളിറ്റിയിൽ ഒരു ഡിഫറൻസും ഇല്ല. അതിനുശേഷം എയർപോഡ്സ് പ്രോ ഇറങ്ങി ആൻഡ് ദാറ്റ് വാസ് ഫാൻറ്റാസ്റ്റിക് ഇൻ ടേംസ് ഓഫ് സൗണ്ട് ക്വാളിറ്റി, ബിക്കോസ് അതിന് ആദ്യമായിട്ട് നോയ്സ് ക്യാൻസലേഷൻ വന്നു. അതുവരെ ഉണ്ടായിരുന്ന ആപ്പിളിൻ്റെ ഒരു സിസ്റ്റത്തിലും നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ആംബിയൻ മോഡ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി മോഡ് ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു എയർപോഡ്സ് പ്രോയിൽ. അതിനുശേഷം 2020 എയർപോഡ്സ് മാക്സ് ഇറങ്ങി, വിച്ച് ഇസ് 60,000 rupees ഇൻ ഇന്ത്യ. എന്തിനാണ് 60,000 രൂപ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ they don't know, ബട്ട് സൗണ്ട് ക്വാളിറ്റി ഈസ് അൺകോംപ്രമൈസബിൾ. അടിപൊളി സൗണ്ട് ക്വാളിറ്റിയാണ്. സോ നമുക്ക് വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ റിവ്യൂ ഓഫ് ദി ആപ്പിൾ ഇയർപോഡ്സ്. നമ്മൾ ഹിസ്റ്ററി സംസാരിച്ച് കഴിഞ്ഞു, ഇനി ഇയർപോഡ്സിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. വൺ ഡിസൈൻ ഫിറ്റ് ഫോർ ഓൾ എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജിയിലാണ് ഇയർപോഡ്സ് റിലീസ് ചെയ്തത്. അതായത് ഈ സാധനത്തിന് ഒരു സിലിക്കോൺ ടിപ്പ് ഇല്ല. ദിസ് ഈസ് കംപ്ലീറ്റ്ലി മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്. സോ പലർക്കും സംശയിക്കാം ഇത് ചെവിയിലിരിക്കുകയോ ഇരിക്കില്ല എന്ന്. ഒറ്റൊരു ഡിസൈനിൽ ഓൾമോസ്റ്റ് 100നും അധികം ആൾക്കാരുടെ ചെവിയിൽ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് റിലീസ് ചെയ്തത്. ഇത് ഉണ്ടാക്കുന്നതിന് മുൻപ് 3 years ഓഫ് കഠിനാധ്വാനം വാസ് ദെയർ. 3 വർഷം ഈ ഒരു പ്രോട്ടോടൈപ്പ് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണിത് കംപ്ലീറ്റ്ലി ഔട്ട് ഫോർ പബ്ലിക് ആയത്. സോ ഇതൊരു സിലിക്കോൺ ടിപ്പില്ലാത്ത കാരണം പെട്ടെന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ഊരി പോകുമോ എന്നൊക്കെ സംശയം ഉണ്ടാകും. ബട്ട് എൻ്റെ ചെവിയിൽ ദിസ് ആർ പെർഫെക്റ്റ്. ഞാൻ എത്ര തലയിട്ട് ആട്ടിയാലും ഈ സാധനം റിമൂവ് ആവില്ല. എൻ്റെ ചെവിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഈ സാധനം. അടുത്തത് ഓഡിയോ ക്വാളിറ്റി. ഐ ആം യൂസിങ് സോണി MDR XB450 എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡഡ് സോണിയുടെ ഹെഡ്സെറ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഐ ആം സൂപ്പർ സാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ്സ് ബേസ്. ഇത് ആക്ച്വലി ഒരു എക്സ്ട്രാ ബേസ് സീരീസിൽ വരുന്ന ഹെഡ്സെറ്റാണ്. ബട്ട് സ്റ്റിൽ ഇയർപോഡ്സിൻ്റെ ലെവൽ സോണി വരെത്തിയിട്ടില്ല. ബാസ് സോണിയിൽ അടിപൊളിയാണ്, എല്ലാം സമ്മതിച്ചു. പക്ഷേ മിഡ്സ് ആൻഡ് ഹൈസ് ദാറ്റ് ഈസ് ഫാൻറ്റാസ്റ്റിക് ഓൺ ആപ്പിൾ ഇയർപോഡ്സ്. ചില മ്യൂസിക്കിലൊക്കെ ഈ ഒരു സൗണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണേ ഇയർപോഡ്സ് വയ്ക്കുമ്പോൾ. എല്ലാ സൗണ്ടും സോണിയിൽ ചില സൗണ്ടൊക്കെ ക്യാൻസൽ ആവുന്നുണ്ടെങ്കിൽ പോലും എല്ലാ മൈന്യൂട്ട് സൗണ്ട്സ് വരെ ഇയർപോഡ്സിൽ കേൾക്കാൻ പറ്റും. സോ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു ഷോ സം തിങ്സ് ദാറ്റ് സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം ആപ്പിൾ മ്യൂസിക്കിൻ്റെ ഈക്വലൈസർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നേരെ താഴേക്ക് പോവുക. ഇവിടെ മ്യൂസിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് ഗൈസ്, ബ്രൈറ്റ്നസ് ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ EQ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ റോക്ക് എന്ന് പറഞ്ഞ EQ ആണ് ഞാൻ ഇടുന്നത്. അടിപൊളിയാണ്, ബേസും ട്രിബിളും എല്ലാം പെർഫെക്റ്റ് ആണ്. സോ റൈറ്റ് നൗ ഞാൻ ഇതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം സൈമൾട്ടേനിയസ്ലി. സോ ആപ്പിൾ മ്യൂസിക്കിലാണ് ഞാൻ പാട്ട് സ്ട്രീം ചെയ്യുന്നത് ആൻഡ് അതിലാണ് ഞാൻ നിങ്ങൾ സ്ട്രീം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഡിയോ ക്വാളിറ്റി വിൽ ബി പെർഫെക്റ്റ്. സോ ഐ എം കണക്റ്റിംഗ് മൈ ഇയർപോഡ്സ് കണക്റ്റഡ് ആൻഡ് ഐ വാണ്ട് ടു സെർച്ച് ഫോർ NCS. സോ ഈ ഒരു പാട്ടാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം പ്ലേ ചെയ്ത് കാണിക്കുന്നത്. സോ റൈറ്റ് നൗ ഇതെൻ്റെ മൈക്ക് ഇവിടെ കണക്റ്റഡ് ആണ്. സോ ഇതിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് പ്ലേ ചെയ്യുന്നതായിരിക്കും. ഐ ആം ഗോണ സ്റ്റാർട്ട് ഇറ്റ് റൈറ്റ് നൗ.
അടുത്ത പാട്ട് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. So that was the sound quality of Apple AirPods. While speaking of the microphone quality of the AirPods too, that is awesome and that is phenomenal. Call quality ഒക്കെ അടിപൊളിയാണ് എയർപോഡ്സിൻ്റെ. സോ ഓവറോൾ ഈ ഒരു സാധനം ഇപ്പോൾ ആക്ച്വലി നല്ലതാണ്. കാരണം iOS 14 ആൻഡ് iPadOS 14.6 അവർ ആപ്പിൾ മ്യൂസിക്കിൽ ആപ്പിൾ സ്പേഷ്യൽ ഓഡിയോ, ആപ്പിൾ മാസ്റ്റർ ഓഡിയോ ആൻഡ് അതേപോലെ തന്നെ ആപ്പിളിൻ്റെ ALAC കോഡക്, അതായത് ആപ്പിൾ ലോസ്ലെസ് ഓഡിയോ കോഡക്, അതായത് ഹൈ റെസൊല്യൂഷൻ ഓഡിയോ അല്ലെങ്കിൽ സ്റ്റുഡിയോ ക്വാളിറ്റി, ആപ്പിൾ മ്യൂസിക്കിലേക്ക് പുതിയതായിട്ട് വന്നൊരു സംഭവമാണ്. ആക്ച്വലി എയർപോഡ്സിന്, അതായത് വയർഡ് അല്ലാത്ത എയർപോഡ്സിന് ഒരു പ്രശ്നമുണ്ട്. ആപ്പിൾ മ്യൂസിക് ലോസ്ലെസ് ഓഡിയോ കോഡക് വോണ്ട് ബി സപ്പോർട്ടഡ് ഓൺ എയർപോഡ്സ് ബിക്കോസ് വയർലെസ് ലിമിറ്റേഷൻസ്. വയേർഡ് സാധനത്തിൽ കൂടെ കുറേ ഡേറ്റ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ബട്ട് വയർലെസ് ആയിട്ടുള്ള സാധനത്തിൽ കൂടെ ഫോർ ദ ടൈം ബീങ് എയർപോഡ്സ് വിൽ ഓൺലി സപ്പോർട്ട് 256 kb/s ഓർ 256 kilobytes/s. അത്ര മാത്രമേ ഇപ്പോൾ എയർപോഡ്സിൽ സപ്പോർട്ടഡ് ആയിട്ടുള്ളൂ. സോ ഇപ്പോൾ ഈ സമയത്ത് ഇയർപോഡ്സിന് കൂടുതൽ വാല്യൂ വരാൻ പോകുകയാണ്. ദാറ്റ്സ് ബിക്കോസ് ആപ്പിളിൻ്റെ ലോസ്ലെസ് ഓഡിയോസ് വിൽ ബി ഓൺലി സപ്പോർട്ടഡ് ത്രൂ വയേർഡ് കണക്ഷൻസ് ടു ദ ഫോൺസ് ഓർ ഐപാഡ്സ്, വാട്ട് എവർ ഇറ്റ് ഈസ്. എങ്ങനെയുണ്ട്? അവിടെ മാത്രം എയർപോഡ്സിന് ചെറിയൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് ഓവറോൾ എയർപോഡ്സ് ആർ മച്ച് ബെറ്റർ ദാൻ ഇയർപോഡ്സ് ഇൻ ടേംസ് ഓഫ് സൗണ്ട് ക്വാളിറ്റി ആൻഡ് യൂസബിലിറ്റി. പക്ഷേ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർപോഡ്സിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം ചെവിയിൽ വെച്ച് ഇരിക്കുകയാണെന്ന് വിചാരിക്കൂ, ആൻഡ് അവർ ഐഫോൺസ് ആർ കണക്റ്റഡ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഐഫോൺ സ്ലിപ്പായി പോവുകയാണെങ്കിൽ ഇയർപോഡ്സ് വിൽ സേവ് ദം. സീ ഗൈസ്, they are very strong and very hard to insert as well as remove. സോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഐഫോൺസിനെ ഹോൾഡ് ചെയ്യും. എയർപോഡ്സ് ആണെങ്കിൽ ആ ഒരു രീതിയിലാണെങ്കിൽ ഫോൺ എപ്പോൾ താഴെ വീണു എന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, അടുത്തൊരു കാര്യം, എയർപോഡ്സ് ഒരെണ്ണം ചെവിന്ന് താഴെ പോയി കഴിഞ്ഞാൽ തപ്പി നടക്കണം. അതിനുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. എയർപോഡ്സ് ഫൈൻഡ് മൈ എയർപോഡിൻ്റെ സംഭവമൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ദാറ്റ്സ് ഓൺ ദ ബീറ്റ സ്റ്റേജ്, ഐ തിങ്ക് സോ സ്റ്റിൽ. കാരണം അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആവാൻ സാധ്യതയുണ്ട് ആൻഡ് അഡ്വാൻസ്ഡ് ആവണം. സോ താഴെ വീണ് കഴിഞ്ഞാൽ എയർപോഡ്സ് കിട്ടാൻ എളുപ്പമല്ല. ബട്ട് എയർപോഡ്സ് പെട്ടെന്ന് തന്നെ ഫൈൻഡ് ചെയ്യാം. ആൻഡ് ചെറിയ ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ എയർപോഡ്സിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഞാൻ ചെയ്യാം. എപ്പോഴാണെന്നും പറയാൻ പറ്റില്ല, ഞാൻ എപ്പോഴൊക്കെ മേടിക്കാമെന്ന് പറയാൻ പറ്റില്ല. മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ എയർപോഡ്സിനെ കുറിച്ചും ഇയർപോഡ്സിനെ കുറിച്ചുള്ള കമ്പാരിസൺ ആൻഡ് സൗണ്ട് ക്വാളിറ്റി എല്ലാം ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ദിസ് വാസ് കംപ്ലീറ്റ്ലി ഓഫ് ഇയർപോഡ്സ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ആപ്പിൾ ഇയർപോഡ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ കുറച്ച് ഹിസ്റ്ററിയും പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അത്യാവശ്യം ലെങ്തിയാണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്.